എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിൽ എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മാറ്റുവാനും വരാഹി അമ്മയിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിക്കും മാതൃരൂപേണ ആശ്രയം നൽകുന്ന അമ്മയുടെ ഏറ്റവും ഫലപ്രദമായ ഓം വജ്രഘോഷ മന്ത്രം കൃത്യമായ രീതിയിൽ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു. നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്ന നല്ലവരായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഒപ്പം ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് തുടർന്ന് വരുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. സർവ്വ ദുർഘടങ്ങളും ഇല്ലാണ്ടാക്കി പുതിയ വഴികൾ തുറന്നു തരുന്ന വരാഹി അമ്മ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളിലും സംരക്ഷണത്തിന്റെ കോട്ട മുതൽ കെട്ടിത്തരുന്ന വരാഹി അമ്മയെ നമസ്കരിക്കുന്നു. മുഖം വരാഹത്തിന്റെയും താഴേക്ക് ഏറ്റവും സുന്ദരമായ സ്ത്രീ ശക്തി സ്വരൂപ ഭാവമാണ് വരാഹി അമ്മ. നാദം, സത്യം, ബ്രഹ്മം എന്ന ചൈതന്യത്തിൽ കുടികൊള്ളുന്ന വരാഹി ദേവി, നമ്മളിൽ വിദ്യയാകുന്ന വരാഹി ദേവി, സർവ്വ ദുരിതങ്ങളെയും അകറ്റി ഭാഗ്യം, ധനം, സംരക്ഷണം നൽകുന്ന ഓം വജ്രഘോഷ എന്ന മന്ത്രം എങ്ങനെ ഫലവത്തായി ഉപയോഗിക്കാമെന്ന് തുടർന്ന് പറയുന്നതാണ്. ഇഷ്ടദേവതാഭാവം ഏതു തന്നെയായാലും നൽകുന്ന വഴിപാടിലൂടെയോ ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രാർത്ഥനകൾ വഴിയാണ് ഭാഗ്യം വന്നു ചേരുന്നത്. ഇതിൽ പറയുന്ന പ്രാർത്ഥനാ രീതി ആത്മാർത്ഥമായും വിശ്വാസത്തോടെയും ചെയ്യുന്നവർക്ക് അവരുടെ ധാർമ്മികമായ ഏതു കാര്യവും വരാഹിയമ്മ നടത്തി നൽകും എന്നതിൽ സംശയമില്ല. സ്വദേശത്തും വിദേശത്തും ഉള്ളവർക്ക് ഒരുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ലളിതമായതും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നതുമായ പ്രാർത്ഥനാക്രമം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആഴ്ചയിലെ ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം സൂര്യാസ്തമയ സമയത്തിനു ശേഷം ഒരു നാരങ്ങയെടുത്ത് വൃത്തിയാക്കി അതിലേക്ക് ശുദ്ധമായ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുക. ദീപം തെളിയിക്കുമ്പോൾ കുടുംബദേവതയെ ആദ്യം മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം വരാഹി അമ്മയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. നാരങ്ങയെ സ്വന്തം ശരീരമായും അതിൽ കത്തുന്ന ദീപത്തെ ആത്മാവായും സങ്കല്പം ചെയ്യുക. ഏകാഗ്രതയോടെയും ശ്രദ്ധയോടുകൂടിയും ചെയ്യുക. കണ്ണുകൾ അടച്ച് വരാഹി ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുക. ദേവിയുടെ ശക്തിയെയും മാതൃഭാവത്തെയും മനസ്സിൽ കണ്ട് ഓം വജ്രഘോഷം 108 പ്രാവശ്യം വളരെ സാവധാനത്തിൽ ജപിക്കണം. 108 പ്രാവശ്യം ജപിച്ചതിനു ശേഷം അമ്മയോട് ഏത് കാര്യമാണോ നടത്തി കിട്ടേണ്ടുന്നത് ആ കാര്യം പറഞ്ഞ് നടത്തി തരണമേ എന്ന് പ്രാർത്ഥന ചെയ്യുക. ഇങ്ങനെ 21 വെള്ളിയാഴ്ച തുടരെ ചെയ്യുക. ആഗ്രഹം നടന്നു കിട്ടും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യുവാൻ കഴിയും. സ്ത്രീജനങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് വരുന്ന ദിവസങ്ങൾ ഒഴിവാക്കി തുടർന്ന് വരുന്ന വെള്ളിയാഴ്ച തുടരാവുന്നതാണ്. വരാഹി ദേവിക്ക് നമ്മളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിവുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കുടുംബത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും നിറയ്ക്കാനും ഈ പ്രാർത്ഥനാ രീതി സഹായിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും ധാരണയും വർദ്ധിപ്പിക്കുവാൻ വരാഹി ദേവിയുടെ അനുഗ്രഹം നമ്മെ നയിക്കും. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവാനും കുട്ടികളുമായി നല്ല ബന്ധം നിലനിർത്തുവാനും ഉപകരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ എന്നിവ അകറ്റുവാനും ധനപരമായ ഉന്നതി നേടാനും ഈ പ്രാർത്ഥനാ രീതി വളരെ ഫലപ്രദമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാനും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാനും ദേവി അനുഗ്രഹിക്കും. അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും സഹായിക്കും.
സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പ്രാർത്ഥനാ രീതി വളരെ സഹായകമാണ്. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും നല്ല വില ലഭിക്കുവാനും തടസ്സങ്ങളില്ലാതെ ഇടപാടുകൾ നടക്കുവാനും ദേവിയുടെ അനുഗ്രഹം വരുന്നതാണ്. നിയമപരമായ തടസ്സങ്ങൾ ഒഴിവാക്കുവാനും ഈ പ്രാർത്ഥനാ രീതി വളരെ ശക്തമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും അതുപോലെ മത്സര പരീക്ഷകളിൽ നല്ല വിജയം നേടുവാനും ഈ പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുവാനും നിലവിലുള്ള ജോലിയിൽ ഉന്നതിയും പ്രമോഷനും ആഗ്രഹിക്കുന്നവർക്കും ഈ പ്രാർത്ഥനാ രീതി ഗുണം ചെയ്യും. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുവാനും മേലധികാരികളുടെ പ്രീതി നേടാനും ദേവി സഹായിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും വിജയകരമാകുന്നതാണ്. രോഗപീഠകളിൽ നിന്ന് മോചനം നേടാനും നല്ല ആരോഗ്യം നിലനിർത്തുവാനും ദീർഘായുസ്സിനും ഈ പ്രാർത്ഥന രീതി ഉത്തമമാണ്. അറിയാതെയോ അറിഞ്ഞോ ഉണ്ടാകുന്ന ശത്രുദോഷങ്ങളെയും ദുഷ്ടശക്തികളെയും അകറ്റാൻ വരാഹി ദേവിക്ക് കഴിയും. നെഗറ്റീവ് ഊർജങ്ങളെ ഇല്ലാതാക്കി ചുറ്റും പോസിറ്റീവ് പ്രഭാവലയം സൃഷ്ടിക്കാൻ ഈ പ്രാർത്ഥന രീതി സഹായിക്കും. മറ്റ് ദേവതകളെ അപേക്ഷിച്ച് വളരെ വേഗം അനുഗ്രഹം ചൊരിയുന്ന അല്ലെങ്കിൽ പരിഹാരം നേടിക്കൊടുക്കുന്ന ദേവതയാണ് വരാഹി. എന്താണ് വജ്രകോശം എന്നുകൂടി പറയാം. ഹിരണ്യകശിപുവിനെ വധിച്ച് ഉഗ്രകോപിഷ്ഠനായി കലിയടങ്ങാതെ നിന്ന നരസിംഹമൂർത്തിയുടെ ദേഷ്യത്തെ അടക്കുവാൻ അമ്മ മഹാലക്ഷ്മിയുടെ അവതാരമാണ് വരാഹി. ദേവിയുടെ സിംഹവാഹനത്തെ വജ്രവാഹനം എന്നാണ് പറയുന്നത്. ആയതിനാൽ സിംഹാരൂഢ ആയിട്ടുള്ള ആ ഒരു ഭാവത്തെ വജ്രവരാഹി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമ്മയുടെ സിംഹവാഹനത്തെയാണ് വജ്രവരാഹി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ പൂർണ്ണ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയുമുള്ള പ്രാർത്ഥന അമ്മ കേൾക്കും. അതുകൊണ്ട് തന്നെ ഭക്തിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ പൂർണ്ണ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ഉള്ള പ്രാർത്ഥന അമ്മ കേൾക്കും. വിഷമകരമായ ഒരു ഘട്ടം നമ്മുടെ മുൻപിൽ വരുമ്പോൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ ഇരുട്ടിൽ ആകുന്നവർക്ക് വരാഹി ഭജനം ഏറെ ശ്രേഷ്ഠമാണ്. ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ്. ഏവർക്കും വരാഹി അമ്മയുടെ മാതൃവാത്സല്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യായവുമായി വരും വരെ നന്ദി, നമസ്കാരം. ഓം വജ്രഘോഷം.